അതിരപ്പള്ളി വെറ്റിലപ്പാറയിലെ ജനവാസ കേന്ദ്രത്തിൽ വീണ്ടും കാട്ടാനകളെത്തി. ബുധനാഴ്ച പുലർച്ചെയായിരുന്നു പലയിടത്തും ആനകൾ തമ്പടിച്ചത്. കൃഷിയിടങ്ങളിലെ കാർഷിക വിളകളും നശിപ്പിച്ചു. അതിരപ്പള്ളി പോലീസ് സ്റ്റേഷന്റെ തൊട്ടടുത്ത പറമ്പിലെത്തിയ ഏഴാറ്റുമുഖം ഗണപതി തെങ്ങിന്റെ പട്ടകൾ വലിച്ചു തിന്നു. എന്നാൽ പോലീസ് സ്റ്റേഷൻ കോമ്പൗണ്ടിലേക്ക് ആന കടന്നില്ല. പോലീസുകാർ ബഹളം വെച്ചപ്പോൾ ആന തിരികെ പോവുകയും ചെയ്തു. പരിയാരം മോതിരക്കണ്ണിയിലും കാട്ടാനകൾ ഇറങ്ങി കാർഷിക വിളകൾ നശിപ്പിച്ചു. 10ഓളം കൃഷിയിടങ്ങളിലാണ് ആനകൾ നാശമുണ്ടാക്കിയത്. മലക്കപ്പാറ അടവര ഉൾവനത്തിൽ കാട്ടാനയുടെ ജഡം കണ്ടെത്തി. 3 ആഴ്ച പഴക്കമുള്ള പിടിയാനയുടെ ജഡമാണ് കണ്ടെത്തിയത്. കൂടുതൽ വിവരങ്ങളുമായി ജയൻ ചേരുന്നു. അതിരപ്പള്ളി വെറ്റിലപ്പാറയിൽ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാനകൾ ഇറങ്ങി കൃഷി നശിപ്പിക്കുന്ന അവസ്ഥയാണ്. എന്തെല്ലാമാണ് കൂടുതൽ വിശദാംശങ്ങൾ? സ്മിത, ഇപ്പോ അതിരപ്പള്ളി പഞ്ചായത്തിലെ പലയിടത്തുമായി ഏതാനും ദിവസങ്ങളായി കാട്ടാനകളുടെ ശല്യം വ്യാപകമാണ്. ഇന്നലെ രാത്രി വെറ്റിലപ്പാറ ഭാഗത്ത് പലയിടത്തും ആനകൾ എത്തിയിരുന്നു. പോലീസ് സ്റ്റേഷന് തൊട്ടടുത്തുള്ള ഒരു പറമ്പിൽ എത്തിയ ഏഴാറ്റുമുഖം ഗണപതി എന്ന കൊമ്പൻ ഒരു തെങ്ങ് നശിപ്പിക്കുകയും ഏറെ നേരം പരിസരത്ത് തന്നെ നിൽക്കുകയും ചെയ്തു. ഇതിനുശേഷം പോലീസുകാർ ബഹളമുണ്ടാക്കിയാണ് ഈ ആനയെ ഓടിച്ചു വിട്ടത്. പിന്നീട് തൊട്ടടുത്ത പരിയാരം പഞ്ചായത്തിലെ മോതിരക്കണ്ണി പീലാർമൊഴി ഭാഗത്ത് ഇന്നലെ രാത്രി വ്യാപകമായ തോതിൽ കൃഷി നശിപ്പിച്ചിരുന്നു. 4 ആനകളാണ് ഇവിടെ എത്തിയത്. ഇതിലൊരു പ്രസവം കഴിഞ്ഞ് ഒരാഴ്ച മാത്രം പ്രായമുള്ള ഒരു കുട്ടിയാന ഉണ്ടായിരുന്നു. ഇതിനെ സംരക്ഷിക്കേണ്ട ചുമതല കൂടിയുള്ളത് കൊണ്ടാണ് നാട്ടുകാർ പറയുന്നത്. ആനകൾ ഈ പരിസരത്ത് നിന്നും നീങ്ങുന്നില്ല. തള്ളയോടൊപ്പം ഈ കുട്ടിയാനയും ഉള്ളത് കൊണ്ട് ഇവരെ സംരക്ഷിക്കാൻ മറ്റ് ആനകൾ വട്ടം ചുറ്റി നടക്കുകയും മറ്റ് പറമ്പുകളിലെത്തി വ്യാപകമായി കൃഷി നശിപ്പിക്കുകയും ചെയ്യുകയാണ്. ചേര വേലിൽ ബെന്നി എന്ന ആളുടെ പറമ്പിൽ 60ഓളം റബ്ബർ മരങ്ങളാണ് ഇന്നലെ മാത്രം തകർത്തത്. അതുപോലെ കല്ലുമട സുരേഷ് എന്റെ വീട്ടിലും പറമ്പിലും ഇതുപോലെ വ്യാപകമായ റബ്ബർ മരങ്ങൾ നശിപ്പിക്കുകയും അതുപോലെ കവുങ്ങ് തുടങ്ങിയ മരങ്ങളെല്ലാം നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ആനക്കൂട്ടം ഇന്നലെ രാത്രി ഇവിടെ എത്തിയതിനു ശേഷം ഇന്ന് പുലർച്ചെ 6 മണിക്കാണ് ഇവിടെ നിന്നും പിൻവാങ്ങിയത്. പടക്കം അടക്കമുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് ഇവയെ തുരത്താൻ ആളുകൾ ശ്രമിച്ചെങ്കിലും ആനകൾ പിൻവാങ്ങാൻ കൂട്ടാക്കിയില്ല. പരിയാരം ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരെല്ലാം സ്ഥലത്തെത്തി. അവരും ഏറെ ശ്രമിച്ചെങ്കിലും ആനകൾ പിൻവാങ്ങിയില്ല. പിന്നീട് ഇവ സ്വയം പിൻവാങ്ങിയപ്പോൾ ഏതാണ്ട് നേരം പുലർന്നിരുന്നു. കഴിഞ്ഞ വർഷങ്ങളിലും ഈ പ്രദേശത്ത് പീലാർമൊഴിയിൽ വ്യാപകമായി ആനകളെത്തി ഇതുപോലെ കൃഷിനാശം വരുത്തിയിരുന്നു. ഇപ്പോൾ വീണ്ടും വേനൽ അടുത്തതോടെ ഇവരുടെ ശല്യം വർദ്ധിച്ചിരിക്കുകയാണ്. ഇനി വരും ദിവസങ്ങളിലും ഇവിടെ ആക്രമണം ഉണ്ടാകുമെന്നാണ് നാട്ടുകാർ ഭയപ്പെടുന്നത്. ഈ പകൽ സമയത്ത് പോലും കഴിഞ്ഞ ദിവസം റോഡരികിൽ ആനയെ കണ്ടതായി നാട്ടുകാർ പറയുന്നു. സ്മിത, ജയൻ, ആനകളെ തുരത്തുന്നതിനോ മറ്റോ എന്തെങ്കിലും പ്രതിരോധ മാർഗങ്ങൾ അധികൃതരുടെ ഭാഗത്തുനിന്ന് സ്വീകരിക്കുകയുണ്ടായിട്ടുണ്ടോ? ഇത് സ്മിത ഇങ്ങനെ പറയുമ്പോൾ നിലവിൽ ഇവിടെ ഫെൻസിങ് ഇട്ട ഒരു പ്രദേശമാണ് പീലാർമൊഴിയുടെ റിസർവ് വനത്തിന്റെ ഭാഗങ്ങളെല്ലാം ഫെൻസിങ് ഇട്ടിട്ടുണ്ടെങ്കിലും പക്ഷെ ഇത് ഉപയോഗപ്രദമല്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. കാരണം ഇത് നിലവാരം കുറഞ്ഞ രീതിയിലുള്ള ഫെൻസിങ് ആണ് ഇവിടെ വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിച്ചിരിക്കുന്നത്. ഇത് ഒരു കുരങ്ങ് ചാടിയാൽ പോലും ഇതിന്റെ പോസ്റ്റ് മറിഞ്ഞു വീഴുകയും അതോടെ പ്രവർത്തനം നിലയ്ക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ്. കേടുവന്ന ഫെൻസിങ് നന്നാക്കുന്നതിന് ഫണ്ടില്ല എന്ന മറുപടിയാണ് പരാതിയുമായി എത്തുന്ന കൃഷിക്കാരോടും നാട്ടുകാരോടും ഫോറസ്റ്റ് അധികൃതർ പറയുന്നത്. പിന്നെ അതും ഈ വിവരം അറിയിക്കുന്നതനുസരിച്ച് പഞ്ചായത്ത് മെമ്പർമാരും മറ്റ് ജനപ്രതിനിധികളും വിവരം അറിയിക്കുന്നതനുസരിച്ച് യഥാസമയം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് എത്തുന്നുണ്ടെങ്കിലും ഇവർക്ക് പ്രത്യേകിച്ച് ചെയ്യാൻ കാര്യങ്ങളൊന്നുമില്ല എന്ന അവസ്ഥയിലാണ് ഇപ്പൊ സംജാതമായിരിക്കുന്നത്. കാരണം
ഇവർ പടക്കം പൊട്ടിക്കുന്നതിന് പ്രോത്സാഹനം നൽകുകയും അതോടൊപ്പം മറ്റ് പാട്ടകൊട്ടിയും മറ്റും ശബ്ദമുണ്ടാക്കുന്നതിനും ഫോറസ്റ്റുകാർ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇതെല്ലാം സ്ഥിരം പരിപാടിയായതിനാൽ ആനകൾ ഇപ്പോൾ ഇതുകൊണ്ടൊന്നും ഭയപ്പെടുന്നില്ല എന്നൊരു അവസ്ഥയാണ് എത്തിയിരിക്കുന്നത് സ്മിത.